നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സ്കാമാണ് പലപ്പോഴും ഏജൻസീസ് പറയുന്നത് 5 years സ്റ്റേ ബാക്ക് ഫ്രാൻസിലുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് പലപ്പോഴും കുട്ടികളെ കൺവിൻസ് പോലും ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി 5 years സ്റ്റേ ബാക്കിൻ്റെ? 5 years സ്റ്റേ ബാക്ക് എന്നുള്ളത് അത് 5 years സ്റ്റേ ബാക്ക് വിസ അല്ല, അത് ഷോർട്ട് ടേം ഷെങ്കൻ വിസ ആണ്. സോ ഈ വിസ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇപ്പോൾ 6 months എക്സ്ചേഞ്ച് വന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പോലും അവർക്ക് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവൽ ചെയ്യണം, ഷെങ്കൻ കൺട്രീസിലോട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം, വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. ആ ടൈമിൽ അവർക്ക് 5 years ഷെങ്കൻ വിസ കിട്ടും എന്നാണ്. അപ്പം ഈ വിസ അവർക്ക് ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യാം. 30 days അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചു വന്ന് ദേ ക്യാൻ ട്രാവൽ ആഫ്റ്റർ 90 days. അങ്ങനത്തെ ഒരു സംഭവമാണിത്. അല്ലാതെ ഈ വിസയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ അല്ലാതെ ജോലി കണ്ടുപിടിക്കാനോ ഉള്ള ഒരു റൈറ്റ് ഇല്ല. അപ്പം 5 years സ്റ്റേ ബാക്ക് എന്നുള്ളത് ഞങ്ങളൊക്കെ പോകുന്ന ടൈമിലേ ഉള്ളതാണ്. ഞങ്ങൾ 2 years ആണ് സ്റ്റേ ബാക്ക്. 5 years എന്നുള്ളത് ഷോർട്ട് ടേം ഷെങ്കൻ വിസ. അത് 2016 വന്നൊരിതാണ്. 5 years 6 months പോലും അവിടെ പഠിച്ച ഒരാൾക്കാർക്ക് ഈ ഒരു 5 years സ്റ്റേ ബാക്ക് വിസ കിട്ടും. അതാണ് റിയാലിറ്റി. ഇറ്റ്സ് നോട്ട് എ സ്റ്റേ ബാക്ക് വിസ. ഈ 2 years സ്റ്റേ ബാക്ക് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ, അതോ അതിൽ തന്നെ ഒരു ജോലിയിലേക്കൊക്കെ മാറാൻ പറ്റുന്നുണ്ടോ കുട്ടികൾക്ക്? ഇപ്പം മാനേജ്മെൻറ്റിലുള്ള കുട്ടികളാണ് കുറേ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ഇതിലേക്ക്. ടെക്നിക്കൽ സൈഡ് ഉള്ളവർക്ക് കുറേയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റിലുള്ളവർക്ക് ഇതാണ് പ്രശ്നം, ലാംഗ്വേജ് ബാരിയർ കൊണ്ട് ആണ് കിട്ടാതെ പോകുന്നത്. അപ്പം ഈ ഒരു 2 years സ്റ്റേ ബാക്ക് വിസയിലുള്ള ടൈമിൽ അവർക്ക് ദേ ക്യാൻ വർക്ക് ഫുൾ ടൈം. അതിലൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ സ്റ്റുഡൻസിന് 20 hours എന്നുള്ളത് APS എന്ന് പറഞ്ഞാൽ സ്റ്റേ ബാക്ക് വിസയുടെ ടൈമിൽ അവർക്ക് 35 hours വർക്ക് ചെയ്യാം. അപ്പം ആ ഒരു ടൈമിൽ അവർ മാക്സിമം ഇതേപോലെ പാർട്ട് ടൈം ഇതേപോലെ ഫുൾ ടൈം ആയിട്ട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ നിന്ന് ആ ഒരു ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ പ്രൊഫഷണൽ വൈസ് അവർ പഠിച്ച രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ടോപ്പ് സ്കൂൾസിലാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന, ഇപ്പോൾ ഗ്രോന്തിക്കോൾസ് ട്രിപ്പിൾ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് ജോലി കിട്ടാനായിട്ട്. അവിടെയും ഫ്രഞ്ച് എന്നൊരു സംഭവം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ പഠിച്ചത് കെഡ്ജിലാണ്. ഞാനൊരു ഫ്ലുവൻറ്റ് ഫ്രഞ്ച് സ്പീക്കർ അല്ല. എന്നിട്ടും എനിക്ക് ജോലി കിട്ടിയത് വൺ റീസൺ ഞാൻ പഠിച്ച കോളേജിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. ഇന്നർ റീജൻസിൽ നമുക്ക് ഫ്രഞ്ച് അറിയാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അല്ല, അങ്ങനെയില്ല. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ വൈഡായിട്ട് നോക്കുമ്പം അത് കുറവാണ്. ഇപ്പം നല്ല കോളേജസാണ് നിയോമ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂള്, നിയോമ റുവൻ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ്. അത് പാരീസിൽ നിന്ന് ഒരു 2 hours പോകണം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് നിയോമയിൽ പഠിച്ച ആൾക്കാരുണ്ട്, ഇപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവർ പാർട്ട് ടൈം എന്നുള്ളൊരു ഇതല്ല, അവർക്ക് പഠിച്ചിട്ട് പിന്നെ ഒരു ജോലി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയും ചെയ്തു പോകുന്നവർക്ക് ഏത് സിറ്റിയിൽ പോയാലും ഒരു കുഴപ്പമില്ല. നല്ല കോളേജ് ചൂസ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. പാരീസിലാണെന്നുണ്ടെങ്കിലും ദർ ആർ ഗുഡ് സ്കൂൾസ്. അപ്പം അത് നോക്കിയിട്ട് പോകുക. നിങ്ങൾക്ക് വൺ തിങ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടെക്നോളജിയുടെ അവരുടെ കയ്യിലാണ്. അവർക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇത് നല്ലതാണോ ഇല്ലയോ എന്ന്. പക്ഷേ അവരെന്തുകൊണ്ട് ഈ ഏജൻസീസ് പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ എന്ന് പറഞ്ഞാൽ പോലും അവർ നോക്കുന്നില്ല. ഏജൻസി ഇത് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയെങ്കിലും അത് മാറണം. കാരണം കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനായിട്ട്. അല്ലെങ്കിൽ ദർ ആർ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവരോട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും ഇവർ തരുന്നത്. പക്ഷേ ഏജൻസി അവരുടെ പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കാം അവർ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. സോ അത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്ത് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് മാക്സിമം നോക്കും.